ഇപ്പോൾ ശരത്ത് ഫൈനാണ്, ഹെൽത്ത് ഒക്കെ നോർമലാണ്. ഇനി നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം ചില കാര്യങ്ങൾ കാണുന്നതാണ്. പുള്ളി റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ നോക്കുകയാണ്. ഇതാണ് 2 km/h. ഇത് 4, ഇത് 6, ഇത് 8, ഇത് 10, 12 വരെ ശരത്ത് എത്തുമെന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. 13 ആക്കാൻ പറ്റുമല്ലോ. 13 ആക്കാൻ പറ്റുന്നതാണ്. 13 ആണ് ഇതിന്റെ മാക്സിമം സ്പീഡ്. ഈ സ്പീഡ് അറ്റംപ്റ്റ് ചെയ്യാനാണ് നമ്മുടെ ശരത്ത് പോകുന്നത്. നമുക്ക് അത് സാധ്യമാകുമോ അതോ പുള്ളിയുടെ ജീവൻ തന്നെ പൊലിയുമോ, ഇത് വീഡിയോ സോങ്കസിൽ വരുമോ എന്നുള്ളത് പിന്നീട് നമുക്ക് അറിയാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ശരത്തിനോട് തന്നെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാം. ഇതിന് സാക്ഷിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മച്ചാൻ വന്നിട്ടുണ്ട്. ശിഷ്യനാണ്. അതെ ശിഷ്യൻ. ആശാന്റെ ഞാൻ നേരത്തെ ഒരു വീഡിയോ കണ്ടിരുന്നു. അത് ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. വീഡിയോ നമ്പർ 2 എന്നും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആദ്യം ശരത്തിന്റെ വക അവിടെ പെർഫോമൻസ് കാണാം. 4, 3, 2, 1, 0. ഇപ്പോൾ 1 km സ്പീഡിലാണ് ത്രെഡ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇനീഷ്യൽ സ്പീഡ്. ഇപ്പൊ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അത് നോക്കിക്കോളും. ഇത് ഇത്രയും സ്പീഡേ ഉള്ളൂ ത്രെഡിന്. ഉല്ലസിച്ച് നടക്കാവുന്നതാണ്. ഇനി പതുക്കെ സാവകാശം ഇതിന്റെ സ്പീഡ് റിവേഴ്സ് വരെ വിവിധ തരം അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ സ്പീഡ് കൂട്ടാം. സ്പീഡ് കൂട്ടാനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ ജഡ്ജ് വന്ന് ഇവിടെ അദ്ദേഹത്തെ പിടിച്ച് ഞെക്കി. അപ്പോൾ ഇനി സ്പീഡ് കൂടി. ഇപ്പൊ നമുക്ക് കാണാം 2 km ആണ്. ഇപ്പോൾ സംഭവം തുടങ്ങിയിട്ട് 36 സെക്കൻഡായി, 37. ഇപ്പൊ അതേ ഇവിടെ കൈയൊന്നും പിടിക്കാതെ തന്നെ ശരത്ത് ഈ അഭ്യാസ പ്രകടനം നടത്തുന്നു. മച്ചാനൊന്ന് മാറിയെന്ന്. ഇപ്പോ സ്പീഡ് വെറും 2 km ആണ്. ഇനി നമുക്ക് 3ലേക്ക് കൂട്ടാം. 3 വേണ്ട, 4 മതി. അപ്പൊ 4ലേക്ക് കൂട്ടാം. ഇപ്പൊ 1 മിനിറ്റ് 3 സെക്കൻഡ് ആയിരിക്കുന്നു ഈ അഭ്യാസ പ്രകടനം തുടങ്ങിയിട്ട്. ഇപ്പൊ 4 km സ്പീഡിൽ ത്രെഡ് കറങ്ങുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ശരത്ത് ഒരു ഒട്ടും എഫോർട്ട് ഇല്ലാണ്ട് തന്നെ കൂളായിട്ട് ഇതിന്റെ പെർഫോം ചെയ്യുന്നു. പിന്നൊരു കാര്യം, ഇതിന് സ്പീഡ് കൂടിപ്പോയി കഴിഞ്ഞാൽ ആളുടെ തലയിടിച്ച് തലയൊട്ടി പൊട്ടി തലച്ചോറ് പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് ബോള്. പിന്നെ അടുത്തത് അവിടെ ആ കഥക് വഴി തെറിച്ചു പോയി അപ്പുറത്ത് പുറത്തുള്ള പട്ടിയുടെ കടി കൊണ്ട് ചാവാനും ചാൻസ് ഉണ്ട്. എന്റെ സ്വന്തം പട്ടിയാണ്. സ്വന്തം പട്ടിയാണ്. അതുകൊണ്ട് ശരത്തിന് അതൊന്നും പ്രശ്നമില്ല. പിന്നെ ചെമിരിന്റെ കാര്യം മാത്രമേ പ്രശ്നമുള്ളൂ. അത് സ്വന്തം ചെമിരാണ്, പക്ഷെ അത് പ്രശ്നമായിരിക്കും. ചെമിര അത് നോട്ടമില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം തന്നെ സ്പീഡ് കൂട്ടാമല്ലേ ശരത്ത്? ഓക്കെ. അപ്പോൾ സ്പീഡ് കൂട്ടാൻ നമുക്ക് 6 km നമ്മുടെ ഒഫീഷ്യൽ ജഡ്ജ് മച്ചാൻ വർഗീസ് ചെയ്യുന്നതാണ്. അതെ, 2 മിനിറ്റ് 7 സെക്കൻഡ് ആയിരിക്കുന്നു. 8 സെക്കൻഡ്. സ്പീഡ് കൂടുന്നു. എന്നാൽ ശരത്തിന് ഒരു കുറവും ഒരു കുലുക്കവുമില്ല. കൂളായിട്ട് നടക്കുന്നു. ഈ അഭ്യാസത്തിൽ ജീവൻ വരെ പണയപ്പെടുത്തിയിട്ടാണ് ഈ അഭ്യാസം നടത്തുന്നത്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. 2 മിനിറ്റ് 30 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇതാ മച്ചാൻ ആ 8 km മാറ്റിയിരിക്കുന്നു. ശരത്ത് ഓടുകയാണ്. സ്പീഡ് കൂടിയിരിക്കുന്നു. ശരത്ത് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് നിർത്താം. 10 km മച്ചാൻ കൂട്ടിയിരിക്കുന്നു. 2 മിനിറ്റ് 55 സെക്കൻഡ്, 56 സെക്കൻഡ്, 57 സെക്കൻഡ്, 58 സെക്കൻഡ്, 59 സെക്കൻഡ്, 3 മിനിറ്റ് ആയിരിക്കുന്നു. 12 km സ്പീഡിലാണ് ശരത്ത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 10 km സ്പീഡിലാണ് പോയിരിക്കുന്നത്. ധൈര്യപൂർവ്വം 12ൽ ഞെക്കാനായിട്ട് പോകുന്നു. 3 മിനിറ്റ് 15 സെക്കൻഡിൽ 12ൽ ഞെക്കിയിരിക്കുന്നു. 12 km സ്പീഡിലാണ് ശരത്ത് ഇപ്പോൾ പായുന്നത്. നിനക്ക് ഈ ദിവസം ചെയ്ത് പറഞ്ഞു ഞാനങ്ങനെയാണ്. ഇപ്പൊ 12 km സ്പീഡിലാണ് ശരത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ത്രെഡ് പായുന്നതായി നമുക്ക് കാണാം. സ്പീഡ് ഞാൻ കൂട്ടാൻ പോവുകയാണ്.
ഇപ്പോൾ 12.13 കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്ര ഉള്ളതാ അത്രേ ഉള്ളൂ. ഇത് ബസ്സൊന്നുമല്ല. ഇപ്പോൾ 13 കിലോമീറ്റർ സ്പീഡിൽ ചരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പുള്ളിയുടെ അസാമാന്യ ധൈര്യത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് നിർത്താൻ പോവുകയാണ്. പുള്ളിയുടെ റെക്കോർഡ് ബ്രേക്കിംഗ് ടൈം 4.15 സെക്കൻഡ്സ്. 4.20 ആക്കുമ്പോൾ നമ്മൾ നിർത്തുന്നു. നിർത്തി. 13 കിലോമീറ്റർ സ്പീഡിൽ പുള്ളി 4 മിനിറ്റ് 20 സെക്കൻഡ് വരെ മാക്സിമം ഓടി. ജീവനോടെ ഉണ്ട്, കൈയുണ്ട്, കാലുണ്ട്, എല്ലാം ഉണ്ട്. ഒരു കുഴപ്പമില്ല. ഭിത്തിയിൽ തലയിടിച്ച് ചത്തിട്ടില്ല. ഭിത്തിയുടെ പട്ടി അവിടെ ദൂരെ കണ്ടുണ്ട്. നിർത്ത്